മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഓടിത്തളർന്നു വരുന്നവന് അല്പം തണൽ ആവശ്യമാണ്. ദാഹിച്ചു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയുടെ ഇടയിൽ പോലും ഒരു ഇടവേളയുണ്ട്. ഒരു താൽക്കാലികമായിട്ടുള്ള ബ്രേക്ക്, ഒന്ന് ഫ്രഷ് ആകാൻ, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, മുന്നോട്ട് ആയുവാൻ. നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രഷ് ആകും. ഉറക്കം വരുന്ന സമയത്ത് ഒന്ന് മുഖം കഴുകിയാൽ പഴയ ഊർജ്ജസ്വലത വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ഫ്രഷ് ആകാനുള്ള വേളയാണ് ഓരോ നോമ്പുകാലവും. സഭാപിതാക്കന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: ക്രൈസ്തവ ജീവിതമാകുന്ന അത്തിമരച്ചുവട് കിളച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വളങ്ങൾ നൽകി പുണ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന കാലമാണ് ഓരോ നോമ്പുകാലവും. ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കേണ്ട ഒരു പുണ്യമാണ് മറ്റുള്ളവരുടെ നന്മ ദർശിക്കുക എന്നത്. ഓരോ മനുഷ്യരിലും ഒത്തിരിയേറെ നന്മകളുണ്ട്. സ്നേഹം, കാരുണ്യം, ദയ, അനുകമ്പ ഇവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ ഓരോ മനുഷ്യനുമുള്ള നന്മയുടെ അളവ് വ്യത്യസ്തമാണ്. നന്മകളോടൊപ്പം എല്ലാവരിലും തിന്മകളുമുണ്ട്. ഈ തിന്മകൾ കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മളിലുള്ള നന്മ കണ്ടെത്തുവാനും അവ വളർത്തിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരിക്കൽ ഒരു വഞ്ചിയിൽ 4 പേർ യാത്ര ചെയ്യുകയാണ്. ഒന്നാമൻ മദ്യപാനിയാണ്, രണ്ടാമൻ മടിയനാണ്, മൂന്നാമൻ കള്ളനാണ്, നാലാമൻ ഒരു സന്യാസിയാണ്. അവർ മറുകരയിലെത്തിയപ്പോൾ ഒരു മനുഷ്യൻ അവശനായി കിടക്കുന്നത് കണ്ടു. മദ്യപാനി പറഞ്ഞു, ഇവൻ ഒരു മദ്യപാനാണ്, കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ്. എന്നാൽ കള്ളൻ പറഞ്ഞു, ഇവനൊരു കള്ളനാണ്, മറ്റുള്ളവർ ഇവനെ അടിച്ച് നിലത്ത് കിടക്കുന്നതാണ് ഇവൻ എന്ന് പറഞ്ഞു. എന്നാൽ മടിയനായിട്ടുള്ള വ്യക്തി, ആ മനുഷ്യൻ പറഞ്ഞു, ഇവനൊരു മടിയനാണ്, ജോലിക്ക് പോകാനായിട്ട് മടിയുള്ളത് കൊണ്ട് ഇവൻ കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നാലാമത്തെ സന്യാസി പറഞ്ഞു, ഇവന് ക്ഷീണം മൂലം ഇവൻ കിടക്കുന്നതാണ്, അല്പം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സന്യാസി അല്പം ജലവും ഭക്ഷണവും ആ മനുഷ്യന് കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ ഭക്ഷിച്ചതിന് ശേഷം ഊർജ്ജസ്വലമായിട്ട് എഴുന്നേറ്റു. അങ്ങനെ സന്യാസിയോട് നന്ദി പറഞ്ഞ് ആ മനുഷ്യൻ കടന്നുപോയി. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ നന്മയുള്ളവർക്കാണ് മറ്റുള്ളവരെ നന്മ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളിൽ നന്മകൾ പൂക്കുന്ന ഒരു കാലമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.